ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവുമായി തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നിന്ന് ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിരാട് രാമായണ ക്ഷേത്രത്തിലേക്ക് പോയ ലോറി വഴിയിൽ കുടുങ്ങിയ വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഗ്രാനൈറ്റ് പാറയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് 33 അടി നീളവും 210 ടൺ ഭാരവുമുണ്ട്. 5 സംസ്ഥാനങ്ങളിലൂടെ 2100 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത്. മഹാബലിപുരത്ത് നിന്ന് പുറപ്പെട്ട ശേഷം വഴിയിലുടനീളം ഭക്തർ നിരനിരയായി നിന്ന് മന്ത്രോച്ചാരണങ്ങളും പൂജകളും നടത്തി വിഗ്രഹത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷം നവംബറിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വിഗ്രഹവുമായി ലോറിക്കാർ യാത്ര ആരംഭിച്ചത്. ജനുവരി ആദ്യത്തിലാണ് വിഗ്രഹം വഹിച്ച ലോറി വടക്കൻ ബീഹാറിലെ ഗോപാൽഗഞ്ച് ജില്ലയിലെ ഗണ്ഡക് നദിക്ക് അല്ലെങ്കിൽ നാരായണി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡുമരിയ ഘട്ട് പാലത്തിലെത്തിയത്. ഈ പാലം നിർമ്മിക്കപ്പെട്ടത് 1974 അതായത് ഇതിന് ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുണ്ട്. നിലവിൽ ഈ പാലം അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത്. പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. സ്ലാബുകളിലും മറ്റും വിള്ളലുകൾ കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടകരമാണ്. ശിവലിംഗത്തിൻ്റെ ഭാരം 210 ടണ്ണാണെങ്കിൽ അത് വഹിക്കുന്ന വാഹനത്തിൻ്റെ ഭാരം 160 ടണ്ണിലധികമാണ്. ആകെ 370 ടണ്ണിലധികം ഭാരം. ശിവലിംഗവും അത് വഹിക്കുന്ന ട്രക്കും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അമിത ഭാരം താങ്ങാൻ ഡുമരിയ ഘട്ട് പാലത്തിന് കഴിയില്ലെന്ന ആശങ്കയെ തുടർന്നാണ് ശിവലിംഗത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര മുടങ്ങിയത്. നിലവിൽ ഈ പാലത്തിൻ്റെ ബലക്ഷയം കാരണം വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും തടസ്സങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ശിവലിംഗമുള്ള ലോറി അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ലോറിയിലുള്ള ശിവലിംഗത്തെ കാണാനും അതിനെ പൂജിക്കാനുമായി ദൂരെ നിന്ന് വരെ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയതോടെ ഗതാഗത തടസ്സങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ലിംഗം കാരണം ബുദ്ധിമുട്ടല്ലാതെ വേറെ ഒന്നും മനുഷ്യർക്കില്ല. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഷിജുമോൻ തങ്കപ്പൻ ബ്രദർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് വായിച്ചപ്പോൾ കിട്ടിയ ആശയം വെച്ച് ഞാൻ അല്പം ആക്ഷേപഹാസ്യം കലർത്തി ഒരു കോമഡി രൂപത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരെണ്ണം ഇട്ടു. ആ പോസ്റ്റ് വായിച്ച് ചിരിച്ച് തള്ളിക്കളയേണ്ട കാര്യമേ സംഘികൾക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനതിൽ പുരാണങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിമർശനം നടത്തുകയോ സംഘികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. വെറും ഒരു തമാശ പോസ്റ്റായിട്ടാണ് ഞാനത് ഇട്ടത്. അന്നേരം ആ പോസ്റ്റിൽ കയറി വന്ന് രോഹിത് ബാലകൃഷ്ണൻ എന്ന സംഘി ഇട്ട കമൻ്റാണ് നിങ്ങളീ കാണുന്നത്. എടാ, അയ്യപ്പൻ ചേട്ടന് ഗോതമ്പ് എന്ന് എഴുതാൻ പോലും അറിഞ്ഞൂടാ, ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും ഇഷ്ടമായിരുന്നത് കൊണ്ടല്ലേ നീ ഗോത്രാന്റെ പഴം വായിലിട്ട കഥ ഏറ്റുപാടി നടക്കുന്നത് എന്നാണ് ആ സംഘിയുടെ ചോദ്യം. ഈ ഗോത്രാന്റെ പഴം വായിലിട്ട കഥ എന്നൊക്കെ പറഞ്ഞ് എന്താ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഇനി വേറെ ചില സംഖ്യകൾ വന്ന് പച്ചത്തെറിയാണ് എന്നെ വിളിച്ചത്. പച്ചത്തെറി അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തത്ര കടുത്ത തെറിവാക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത്. അങ്ങനെയുള്ളവരെ ഞാൻ അപ്പം തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. കാരണം അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ നമ്മുടെ നിലവാരം പിന്നെയും താഴോട്ട് പോകും. ഏതായാലും ഇവരുടെയൊക്കെ ഈ കുരുപൊട്ടൽ കണ്ടപ്പോൾ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു കളയാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഹിന്ദുത്വ ഭീകരന്മാരുടെ ഇത്തരം തെറിവിളികൾക്ക് മുന്നിൽ പേടിച്ച് മിണ്ടാതെ പോകുന്നവരാണ് ഞങ്ങൾ എന്നുള്ള അവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം തെറിവിളിക്കുന്നത് പോലെ അവർ ഞങ്ങളെയും സ്ഥിരമായി തെറിവിളിക്കാൻ തുടങ്ങും. എന്തിനാ വെറുതെ ആ തെറിവിളി കേൾക്കുന്നത്? ഈ ഹിന്ദുത്വ ഭീകരന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം തെറിവിളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ നിങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞിരിക്കുന്ന ചവറുകളെല്ലാം വലിച്ചു പുറത്തിട്ട് നാട്ടുകാരെ കാണിക്കും. മനസ്സിലായോ? തെറി വിളിക്കുന്നവരും ഞങ്ങൾ അതേ ചെയ്യുകയുള്ളൂ. ഞങ്ങൾ തിരിച്ച് തെറി വിളിക്കാനോ ഒന്നും നിൽക്കുകയില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അക്കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ശിവലിംഗത്തിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 3 വിവരണങ്ങൾ നോക്കാം. വാമനപുരാണം 6-ാം അധ്യായം, മഹാഭാരതം സൗപ്തിക പർവം 17-18 അധ്യായങ്ങൾ, വാമനപുരാണം 43-44 അധ്യായങ്ങൾ. ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം നമുക്ക് വാമനപുരാണം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ നോക്കാം. ഈ ദക്ഷന്റെ യാഗത്തിൽ മരിച്ച സതീദേവിയെ ഓർത്ത് ശിവൻ വിരഹാഗ്നിയിൽ വെന്ത് നീറി കരഞ്ഞു വിളിച്ച് നാടെങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയം. അപ്പം അങ്ങനെ നടക്കുന്ന ആ ഘട്ടത്തിൽ ഒരിക്കൽ ശിവൻ വിന്ധ്യപർവ്വതത്തിൽ വന്നു ചേർന്നു.
ശിവന്റെ ഈ ദുരവസ്ഥയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കാമദേവൻ അസ്ത്രങ്ങളുമായി സദാസമയവും ശിവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശിവൻ ഈ വിന്ധ്യപർവ്വതത്തിൽ വന്നു ചേർന്ന ഉടനെ കാമദേവൻ അവിടെയും ചെന്ന് ശിവനെ അമ്പെയ്യാൻ തുടങ്ങി. കാമാസ്ത്രങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ശിവൻ അവിടെ നിന്ന് പാഞ്ഞ് ഭയങ്കരമായ ദാരുവനത്തിൽ കടന്നു. അവിടെ മഹർഷിമാര് പത്നിമാരൊന്നിച്ച് പാർത്തിരുന്നു. അപ്പോൾ ശങ്കരനെ കണ്ട ഋഷിമാർ അദ്ദേഹത്തെ വണങ്ങി. ശിവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. ഋഷിമാർ ആരും മിണ്ടിയില്ല, ശങ്കരനോട് പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. ശങ്കരൻ പിന്നീട് എല്ലാ ആശ്രമങ്ങളിലും ചുറ്റി നടന്നു. മഹാദേവൻ ആശ്രമത്തിൽ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താക്കന്മാരിൽ മനസ്സുറപ്പിച്ച പതിവ്രതകളായ അരുന്ധതിയും അനസൂയയും ഒഴികെ ഭാർഗവന്റെയും ആത്രേയന്റെയും ഭാര്യമാർ കാമാതുരരായി. അവർ മനസ്സിളകി മദനപീഡയാൽ ലഹരി പിടിച്ച് ശിവന്റെ പിന്നാലെ നടക്കുകയായി. സ്വന്തം ആശ്രമങ്ങളെ ശൂന്യമാക്കിയിട്ട് ആ മുനിപത്നിമാർ മതയാനയെ പിടിയാനകൾ പിന്തുടരുന്നത് പോലെ ഗൃഹസ്ഥ നിയമങ്ങൾ ലംഘിച്ച് ശിവനെ പിന്തുടർന്നു. അപ്പോൾ ഇത് എത്ര നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും? മുനിമാർക്ക് അവസാനം കോപം വന്നു. അപ്പോൾ കോപിച്ച രണ്ട് മുനിമാർ, ഭാർഗവ മുനിയും അങ്കിരസ് മുനിയും, അവർ ശിവനൊരു ശാപം കൊടുക്കുകയാണ്. അങ്ങയുടെ ലിംഗം താഴെ വീണു പോകട്ടെ എന്ന് ശപിച്ചു. ഉടനെ ശിവന്റെ ലിംഗം താഴെ വീഴുകയും ശിവൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. ഈ വീണലിംഗം ഉണ്ടല്ലോ, അത് ചെയ്തത് മഹാസംഭവമാണ്. ആ വീണലിംഗം ചെയ്ത പ്രവൃത്തി. വീണലിംഗം ഭൂതലത്തെ പിളർത്തി പാതാളത്തിലെത്തി, മീതെ ബ്രഹ്മാണ്ടത്തെയും പിളർത്തി. തൽക്ഷണം ഭൂമിയും പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും പാതാളവും എന്ന് വേണ്ട ചരാചര ലോകം മുഴുവൻ കുലുങ്ങിപ്പോയി. പ്രപഞ്ചം കുലുങ്ങുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് ക്ഷീരസാഗരത്തിൽ പോയി വിഷ്ണുവിനെ കണ്ടു. ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണം എന്തെന്ന് ബ്രഹ്മാവ് ചോദിച്ചു വിഷ്ണുവിനോട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലോകങ്ങളൊക്കെ വിറയ്ക്കുന്നതെന്ന്. ഇത് കേട്ട് വിഷ്ണു പറയുകയാണ്, അല്ലയോ ബ്രഹ്മാവേ, ചില ഋഷിമാർ ശിവന്റെ ലിംഗം ശാപത്താൽ അറുത്തുമാറ്റി. ആ ലിംഗത്തിന്റെ ഭാരം ഭൂമിക്ക് താങ്ങാനാവാത്തതാണ് ഈ കുലുക്കത്തിന് കാരണം. ഈ അത്യത്ഭുതം കേട്ട് ബ്രഹ്മാവ് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ശിവന്റെ ലിംഗം കിടന്ന സ്ഥാനത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഈ ലിംഗം അങ്ങ് വളർന്നു വലുതായിരിക്കുകയാണ്. താഴെ പാതാളത്തിലേക്കും പോയി മുകളിൽ ആകാശമൊക്കെ ഭേദിച്ചങ്ങ് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അനന്തമായ ഈ ലിംഗം കണ്ടിട്ട് അത്ഭുത പരതന്ത്രനായ വിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറി പാതാളത്തിലേക്ക് ഇറങ്ങി. ബ്രഹ്മാവ് തൻ്റെ പത്മവിമാനത്തിൽ കയറി മുകളിലേക്കും സഞ്ചരിച്ചു. എന്നിട്ട് മുകളിൽ ചെന്നിട്ടും എത്തുന്നില്ല. എത്ര മുകളിൽ പോയിട്ട് ലിംഗത്തിന്റെ അഗ്രം കാണാത്തതുകൊണ്ട് അത്ഭുതപ്പെട്ട് തിരിച്ചു പോന്നു. ഇനി മഹാവിഷ്ണു അതുപോലെ തന്നെ പാതാളത്തിൽ ചെന്ന് 7 ലോകങ്ങളിൽ സഞ്ചരിച്ച് ഇതിൻ്റെ അറ്റം, ലിംഗത്തിന്റെ അറ്റം കാണാതെ തിരിച്ചു വെളിയിലേക്ക് പോന്നു. ശ്രമങ്ങൾ പരാജയപ്പെട്ട ഇരുവരും ലിംഗത്തിനടുത്തെത്തി ശിവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ദാരുവനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇവരോട് പറയുകയാണ്. മഹേശ്വരൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാമദേവൻ ഇങ്ങനെ അമ്പെയ്ത് ആകെ പുള്ളി കാമാസക്തനായിട്ട് ഇങ്ങനെ നീറിയ അവശനായിട്ടിരിക്കുകയാണ്. ഈ കാമം അടക്കാൻ നിവൃത്തിയുമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ചോദിക്കുകയാണ്, ദേവന്മാരെ, ക്ഷീണിതനും കാമാതുരനും അസുഖബാധിതനുമായ എന്നോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ 2 ദേവന്മാരും മറുപടി പറഞ്ഞു, ശങ്കര, ഋഷിമാർ കാരണം ഭൂമിയിൽ വീണ ലിംഗത്തെ അങ്ങ് തിരികെ സ്വീകരിക്കണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കാരണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശിവൻ പറയുകയാണ്, വീണുപോയ ലിംഗം ഞാൻ തിരികെ എടുക്കണമെങ്കിൽ ദേവന്മാർ അത് ആരാധിക്കുമെന്ന് ഉറപ്പ് നൽകണം. അല്ലാത്ത പക്ഷം അതെനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. തൻ്റെ ലിംഗം ദേവന്മാർ പൂജിക്കണം, ആരാധിക്കണം, എങ്കിൽ മാത്രമേ ഞാനത് തിരിച്ചെടുക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഇനി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, ലോകത്തിനതൊരു ഭാരമാകും. അപ്പോൾ ലോകത്തിന് അങ്ങനെ ഭാരമാകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് വിഷ്ണു സമ്മതിച്ചു. ശരി, അങ്ങനെ ആവട്ടെ, ഞങ്ങൾ ആരാധിച്ചോളാം എന്ന് പറഞ്ഞ് വിഷ്ണു അത് സമ്മതിക്കുന്നു. ബ്രഹ്മാവ് കനകപിംഗളമായ ബിംബത്തെ തന്നെത്താൻ കൈക്കൊണ്ടു. അതിനുശേഷം മഹാവിഷ്ണു 4 ജാതികളെയും അവർക്കെല്ലാം ശിവപൂജയ്ക്കുള്ള പലതരം പ്രാമാണിക ശാസ്ത്രങ്ങളെയും നിർമ്മിച്ചു. ബ്രഹ്മാവ് വിഷ്ണു ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം മടങ്ങിപ്പോവുകയും ശിവൻ തൻ്റെ ലിംഗം തിരിച്ചെടുക്കുകയും ചെയ്തു. ഇത് വാമനപുരാണം 6-ാം അധ്യായത്തിലെ കഥയാണ്. എങ്ങനെയാണ് ലിംഗാരാധന വന്നത് എന്നുള്ള കാര്യം വിവരിക്കുകയാണ്. വാമനപുരാണത്തിലെ ഈ കഥ എഴുതിയിരിക്കുന്നത് ഏതോ ശൈവ ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനേക്കാൾ താഴെയായി ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്.